10ാം ക്ലാസ് കുട്ടികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസയാണ് പഠിച്ചത്. നാഗാർജുനെ പരിചയപ്പെട്ടായിരുന്നു. ആദ്യത്തെ സ്റ്റാൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൈ ദിനോൻ തക്ക്, കുറേ ദിവസങ്ങളോളം എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് കിസ്കി സൂചന ദേത്താ ഹേ, അകാൽ കി സൂചന ദേത്താ ഹേ. സെക്കൻഡ് സ്റ്റാൻസയാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? അകാൽ കെ ബാദ് കി സൂചന ദേത്താ ഹേ, അകാലിന് ശേഷമുള്ള സൂചനകളാണ് തരുന്നത്. നമുക്ക് കവിതകളിലേക്ക് വരികളിലേക്ക് പോകാം. ദാനേ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, കൈ ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. കിസ്കി സൂചന ദേത്താ ഹേ, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അകാൽ കെ ബാദ് കി സൂചന. അപ്പോൾ പരീക്ഷയ്ക്ക് കൈ ദിനോം കെ ബാദ് കിസ്കി സൂചന ദേത്താ ഹേ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എഴുതണം ഏക് അകാൽ കെ ബാദ് കി സൂചന ദേത്താ ഹേ. കവി നാഗാർജുൻ കഹത്തെ ഹേ കി കൈ ദിനോം കെ ബാദ് അകാൽ ദൂർ ഹോനെ പർ എന്നർത്ഥം. അകാൽ ദൂർ ഹോനെ പർ ദാനെ ആയേ, ധാന്യങ്ങൾ എത്തി. എവിടെ? ഘർ കെ അന്തർ, ഘർ കെ അന്തർ ദാനെ തോ ആയേ. അപ്പോൾ നാഗാർജുൻ കഹത്തെ ഹേ കി അകാൽ ദൂർ ഹുവ ഔർ ഘർ സമ്പന്ന ഹുവ, വീട് എന്ത് ചെയ്ത്? സമ്പന്നമായി. അകാൽ ദൂർ ഹുവ, ദൂർ ഹോനെ പർ ഘർ കെ അന്തർ ക്യാ ആയേ, എന്താ വന്നത്? ദാനെ, ദാനെ തോ ആയേ. തബ് ദുവാമുട, ദുവാമുട എന്ന് വെച്ചാൽ പുകയുയർന്നു. ആങ്കൻ സേ, മുറ്റത്ത് നിന്നും, ഊപ്പർ മുകളിലേക്ക്, കൈ ദിനോം കെ ബാദ് ഘർ സമ്പന്ന ഹോനെ പർ, വീട് സമ്പന്നമായപ്പോൾ, മതലബ് ഹേ ഘർ പർ ധാനാത്തോ ആയ, വീട് നിറഞ്ഞ് ധാന്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ചൂൽഹ ജൽനെ ലഗ, അടുപ്പ് കത്താൻ തുടങ്ങി. തബ് അപ്പോഴെന്ത് ചെയ്ത്? ദുവാം പുക എന്ത് ചെയ്ത്? ആങ്കൻ കെ ഊപ്പർ സേ, ആങ്കൽ നിന്നും മുകളിലേക്ക്, ദുവാം ഉടിനെ ലഗ എന്നാണ് കവി പറഞ്ഞത്. രണ്ടുപേരി മനസ്സിലായല്ലോ. ദാനേ ആയേ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ് ദുവാമുട ആങ്കൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ്. കവി का मतलब है कि अकाल दूर होने पर घर संपन्न हुआ, तब दाने तो आए और आंगन के ऊपर से धुआं उड़ने लगा. പുക ഉയർന്നു തുടങ്ങി. ചമക്കുടി ഘർ ഭർ കി ആങ്കേം കൈ ദിനോം കെ ബാദ്, കൈ ദിനോം കെ ബാദ് ചമക്കുടി തിളങ്ങി. ഗർഭർ കി ആങ്കേം, ഗർഭർ കി ആങ്കേം വീട്ടിനുള്ളിലെ, ഗർഭർ കി ആങ്കേം വീട് നിറയെയുള്ള കണ്ണുകൾ, വീട് നിറയെയുള്ള കണ്ണുകൾ എന്ന് പറയുമ്പോൾ കിൻ കിൻ കി ആങ്കേം, ഗർഭർ കി ആങ്കേം മതലബ് ക്യാ ഹേ, മതലബ് ക്യാ ഹേ? ചൂൽഹ, ചക്കി, കാനി കുതിയ, ഭീത്, ചിബക്കലിയാം, ചൂഹ, ഏ സബ് ഗർഭർ കെ ആങ്കേം ഹേ. ഇവരൊക്കെയാണ് ഗർഭർ കെ ആങ്കേം. ഏ ഗർഭർ കെ ആങ്കേം ചമക്കുടിനെ ലഗേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിർജീവമായ വസ്തുക്കളും ജീവജന്തുവും ജീവജാലങ്ങൾക്കും ജീവജന്തുക്കൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷ്, ഖുഷി ആയി, എല്ലാവർക്കും സന്തോഷം വന്നു. और अब चमकुड़ी गर्भर की आंखें, इसका मतलब क्या है? गर्भर की आंखें का मतलब केवल मानव परिवार से नहीं, मानव परिवार मात्रमല്ല, चूल्हा, चक्की, कानी कुदिया, चिबकली, चूहे, भीद और सभी എല്ലാവരും घर का सदस्य हैं. ये सारे सदस्य चमकुड़ने लगे എന്നാണ് പറഞ്ഞത്. കൗവേനെ കുജലായി പാങ്കോം, പാങ്കോം കൗവേനെ കുജല, കുജലാനെന്ന് വെച്ചാൽ എന്താണ്? ചൊറിയ, കുത്തി ഒതുക്കുക. പാങ്കോം, പാങ്കോ എന്ന് വെച്ചാൽ പങ്ക്, തൂവലുകളൊക്കെ എന്ത് ചെയ്യുന്നത്? കൈ ദിനോം കെ ബാദ്, കൈ ദിനോം കെ ബാദ് കൗവേ ഭി, കൗവേക്കും എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷ്. ഉസേ പേട് ഭർനെ പർ, ഉസേ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പേട് വയർ നിറയുമ്പോഴാണ് ഉസ് ഖുശീമേം, ആ സന്തോഷത്തിൽ അപ്പനെ തൻ്റെ പങ്ക് തൂവലുകളൊക്കെ കുജലാക്കർ ടീക്ക് തരഹ സാഫ് കർക്കെ രക്താ ഹേ, വേ ഖുശി കാ സൂചക ഹേ. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്തുമേം കവിയും നാഗാർജുൻ കഹത്തെ ഹേ കി അകാൽ ദൂർ ഹോനെ പർ ഗർഭർ എന്ത് ചെയ്ത്? ധാന്യത്തോ ആയി और घर के सारे सदस्य खुशी मनाने लगे, कौवे को भी खुश हुए. മനസ്സിലായല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ എത്തുന്നത് വരെ നമസ്കാരം.